നല്ല പ്രയർ ടീമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ കർത്തദാസന്മാർ, ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ, സഹകാരികൾ ഏവരെയും നിങ്ങളുടെ നല്ല ഈ ഉദ്ദേശങ്ങളെ കർത്താവ് സഫലമാക്കി വരുന്ന ദിനങ്ങളിൽ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി സർവശക്തി നിങ്ങളെ അതാത് രാജ്യങ്ങളിൽ ശക്തമായി കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായി ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ദൈവത്തിന്റെ വചന ശുശ്രൂഷയ്ക്കായി എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ച എൻ്റെ മാതൃസഭയിലെ അംഗമായിരിക്കുന്ന അന്നമ്മ ജോസ്, അനുഗ്രഹിക്കപ്പെട്ട കർദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നത് കുമളി അണക്കര ദൈവസഭയിലാണ്. ആ സഭയുടെ സജീവ അംഗങ്ങളാണ് പ്രിയ അന്നമ്മാമയും ജോസ് ചാനും കുഞ്ഞുങ്ങളും. അവരെ നല്ല ആത്മാർത്ഥമായ സഹകരണങ്ങൾ, അവരെ കൈത്താങ്ങലുകളൊക്കെ ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറഞ്ഞുകൊണ്ട് ലഭിച്ചതായ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നതായ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുവാനും ഗ്രഹിക്കുവാനും കർത്താവ് കൃപ നൽകട്ടെ. ഇതുവരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ ഗ്രൂപ്പാണല്ലോ. ദീർഘനാളുകളായി നിങ്ങൾ അനേക രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അല്പസമയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തതുപോലെ അനേക വിഷയങ്ങൾക്ക്, രോഗികൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ, പക്ഷപാതം ചെയ്യുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട നല്ല ആത്മീയ കാഴ്ചപ്പാടുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ വിശാലമായി വ്യക്തമായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ വചന ധ്യാനത്തിനായി ഒരു വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ വചനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവനെ കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ല നിങ്ങളോട് പറയും. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഒരു പക്ഷേ അനേക പ്രാവശ്യം അനേക ഭക്തന്മാരിൽ കൂടെ നിങ്ങൾ കേട്ടതായ ദൈവത്തിന്റെ ശബ്ദമായിരിക്കാം ഈ വചനം. എന്നെ ഈ ഓൺലൈൻ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ സമയം മുതൽ ദൈവസ്ഥലം ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവം എൻ്റെ ഹൃദയത്തിൽ ദൈവം എനിക്ക് തന്നതായ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ഈ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. നമ്മൾ കേട്ടതുപോലെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ജീവിതത്തിൽ പരാജയം വരത്തില്ല. പ്രാർത്ഥനയുടെ ഫലത്തിന്റെയും ദൈവത്തിന്റെ വചനത്തിന്റെ ആരംഭം മുതൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒത്തിരി അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥന ഒരിക്കലും പ്രയോജനമില്ലാത്തതല്ല. തിരുവെഴുത്തുകളിലെ വ്യക്തികളെയും അനുഭവങ്ങളെയും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ജീവിതത്തിൽ പ്രാർത്ഥനയാണ് അവരുടെ ജീവിതത്തിലെ വിജയത്തിലേക്ക് നടത്തിയതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ
5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ കടന്നു വന്നതായ ഒരു സ്നേഹിതൻ മുട്ടിപ്പായിട്ട് തന്റെ സ്നേഹിതന്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുക. നമുക്ക് ആ വാക്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. എന്നാൽ അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിച്ചത് കൊണ്ട് വചനം പറയുന്നു അവർക്ക് വേണ്ടുവോളും കൊടുത്തു എന്ന്. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രത്യേകത മടുത്തു പോകാതെ, ലജ്ജയില്ലാതെ, അല്ലെങ്കിൽ മടിയില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികൾ അവിടെ വെളിപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വായിച്ച വാക്യത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങള്, അതിനുശേഷമുള്ള വാക്യങ്ങൾ 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രണ്ടുപേര് പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ ചെന്നു. ഒരാൾ ഒരു പരീശനും ഒരാള് ഒരു ചുങ്കക്കാരനുമാണ്. രണ്ടുപേരുടെയും പ്രാർത്ഥനയുടെ രീതികൾ വ്യത്യസ്തമായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ കരം ചലിച്ചത് പാപിയായ മനുഷ്യൻ അല്ലെങ്കിൽ ചുങ്കക്കാരനായ മനുഷ്യൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ ത്രാണിയില്ലാതെ അദ്ദേഹം ദൈവത്തോട് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, പാപക്ഷമ പ്രാപിച്ചവനായി നീതീകരിക്കപ്പെട്ടവനായി അവൻ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ ഇടയായിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറഞ്ഞു മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ അതേ പ്രാരംഭത്തിൽ പഠിപ്പിക്കാം. മറ്റേത് കാര്യം ചെയ്യുന്നതിനും നമുക്ക് ഉത്സാഹമുണ്ട്, വലിയ സന്തോഷമാണ്. യാത്ര ചെയ്യുന്നതിനും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുന്നതിന്, ജോലിക്ക് പോകുന്നതിനൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷവും ഉത്സാഹവും ഒക്കെ ഉള്ളതാണ്. എന്നാൽ ജീവിതത്തിൽ മടുപ്പ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ പ്രാർത്ഥനയുടെ രീതിയും പ്രാർത്ഥനയുടെ ശൈലിക്ക് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കുമ്പിട്ട് വണങ്ങി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്, കമണ്ട് വീണ് പ്രാർത്ഥിച്ച ഒത്തിരി ഭക്തന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ശൈലിക്ക് വ്യത്യാസങ്ങളുണ്ട്, രീതിക്ക് വ്യത്യാസമുണ്ട്. അതെല്ലാം വരുന്നത് ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതികൂലങ്ങളുടെയും ഓരോ വിഷയങ്ങളുടെയും അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾക്ക് വ്യത്യാസം വരുന്നത്. എന്നാൽ ആഴമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, വേദനയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾക്ക് വ്യത്യാസം വരും. അത് ഒരുപക്ഷെ ശബ്ദം ഉയർത്തിയായിരിക്കാം, ചിലപ്പോൾ ശബ്ദം പുറത്തു വരാതെ ഉള്ളിന്റെ ഉള്ളിൽ വളരെ വിങ്ങലോടെ അതേ വാക്കുകളില്ലാതെ ശബ്ദമില്ലാതെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കടന്നു വരാം. പക്ഷേ ഏത് വിധത്തിലുള്ളതായ പ്രാർത്ഥനയുടെ രീതികളാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു, അതേ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ പറയുന്നു, വിഷയങ്ങളുടെ ആഴങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അക്ഷരികമായി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഇവിടെ ഈ വിധവ ഈ വിഷയവുമായിട്ട് കടന്നു വന്ന ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത്, ആ മനുഷ്യന്റെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആ മനുഷ്യൻ ദൈവത്തെ ഭയമില്ലാത്ത മനുഷ്യനാണ്. 2, മനുഷ്യനെ ശങ്കയില്ലാത്തൊരു മനുഷ്യൻ. 3-ാമത് പറയുന്നു, ഇവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അനീതിയുള്ള ന്യായാധിപൻ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും അനുഭവങ്ങളുള്ള ഈ വ്യക്തിയുടെ അടുക്കൽ ചെന്നത് ഒരു വിധവയാണ്. വിധവയെന്ന് പറയുമ്പോൾ ഭർത്താവില്ലാത്തവളാണ്, ആശ്രയമില്ലാത്തവളാണ്, ആരുമില്ലാത്തവരാണ്, അല്ലെങ്കിൽ മറ്റ് സോഴ്സുകൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് വിധവ എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ അടുക്കൽ തന്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെയാണ് ഈ വിധവ അവിടെ ചെല്ലുന്നത്. പക്ഷെ നമുക്ക് പിന്നെ കാണുവാൻ സാധിക്കുന്നത്, ഈ മനുഷ്യൻ കുറെ കാലത്തേക്ക് ഈ സഹോദരിയുടെ അല്ലെങ്കിൽ വിധവയുടെ കാര്യങ്ങൾക്ക് യാതൊരു പരിഹാരങ്ങളും ചെയ്യുവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ന്യായാധിപന്റെ പക്കൽ നിന്നും വരുന്നത് എപ്പോഴും ന്യായവിധികൾ മാത്രമാണ്, അല്ലെങ്കിൽ ഓർഡർ മാത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വിഷയങ്ങൾ കേട്ടതിന് ശേഷം അദ്ദേഹം ചില കൽപ്പനകൾ മാത്രം പുറപ്പെടുവിക്കുക ചെയ്യുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം മറ്റ് ഐക്യനാടുകളിൽ, ഞങ്ങളിവിടെ ഇന്ത്യയിൽ പകലായിരിക്കുമ്പോൾ അമേരിക്ക മറ്റു ഭാഗങ്ങളിൽ ഈ സൂം മീറ്റിങ്ങിനുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ രാത്രിയാണല്ലോ. ദൈവമക്കളെ, പകൽ രാത്രി വ്യത്യാസമില്ലാതെ നാം ഇന്ന് പകൽക്കാലം ഈ സൂം പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥനയോടെ അടുത്തു വന്നിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം എന്ന് പറയുന്നത്
മുഖപക്ഷമില്ലാതെ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കുന്നത് ന്യായവിധി അല്ല, ദൈവത്തിന്റെ കരുണയാണ്. നമ്മുടെ പ്രാർത്ഥനയോ ആ വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് തരുന്ന മറുപടി എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കുമ്പോൾ, ഇന്ന് രാവിലെ സമയം ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു അനീതിയുള്ള ന്യായാധിപന്റെ പക്കൽ നിന്ന് ന്യായവിധി പുറപ്പെടുമ്പോൾ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് കരുണയോടെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും എന്നുള്ളതാണ് ഈ രാവിലെയും രാത്രിയും ഒക്കെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെല്ലാവരെയും ആത്മാവിൽ ശക്തീകരിച്ച് ആത്മാവിൽ ബലപ്പെടുത്തട്ടെ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. അതേ വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ യോശുവ കടന്നു പോകുമ്പോൾ, ഒരു യുദ്ധത്തിന്റെ അനുഭവത്തിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ശക്തി യോശുവയുടെ മേൽ പ്രവേശിച്ചിട്ട്, അല്ലെങ്കിൽ ആവസിച്ചിട്ട് യോശുവ ഒരൊറ്റ വാക്ക് കൽപ്പിക്കുകയാണ്. അതെ, സൂര്യ നീ അവിടെ നിൽക്കുക. സൂര്യനോട് പറയുക, നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യനോൻ താഴ്വരയിലും നിൽക്കുക എന്ന്. ഈ കമാൻഡിങ് പവർ പോലെ ഈ വാക്ക് പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത്, യോശുവയ്ക്ക് അറിയാം, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ളവനായ ദൈവമാണ്. ഞാനൊരു വാക്ക് കൽപ്പിച്ചാൽ, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, നിശ്ചയമായിട്ടും എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി ചിലതിനെ അറസ്റ്റ് ചെയ്യുവാൻ, ചിലതിനെ നിർത്തുവാൻ, ചിലതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുവാൻ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ മുട്ടുമടക്കുന്നത് എന്നുള്ളതായ ഉറച്ച വിശ്വാസം യോശുവയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ആ യുദ്ധകളത്തിൽ നിന്നുകൊണ്ട് യോശുവ അധികാരത്തോട് കൽപ്പിക്കുന്നത്. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങൾ ഒരുപക്ഷെ എനിക്കറിയത്തില്ല, ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ പകൽക്കാലം രാത്രിക്കാലം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ നിങ്ങൾ മുമ്പോട്ട് അഭിമുഖീകരിക്കുന്ന വിഷയം എത്ര ഭാരമുള്ള വിഷയമാണെങ്കിലും, എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും, ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ സേവിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏത് ഭാരമുള്ള വിഷയമാണെങ്കിലും ഒറ്റ വാക്ക് കൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ അധികാരത്തോടെ പ്രാർത്ഥിച്ചാൽ, അധികാരത്തോടെ കൽപ്പിച്ചാൽ ആ വിഷയങ്ങളെ അറസ്റ്റ് ചെയ്ത് നിർത്തുവാൻ, സ്റ്റോപ്പ് ചെയ്യുവാൻ, നിർത്തൽ ചെയ്യുവാൻ കഴിവുള്ളവനായ ഒരു ദൈവത്തെയാണ് ഈ രാവിലെ സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. ദൈവത്തിന്റെ വചന അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതെ, പത്രോസിനു വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. പത്രോസിനെ തുറങ്കിൽ അടച്ചിരിക്കുകയാണ്. യാതൊരു സാധ്യതകളും ഇല്ലാത്ത ഒരു അനുഭവത്തിൽ കൂടെ പത്രോസ് കാരാഗ്രഹത്തിലായിരിക്കുന്നു. എന്നാൽ കാരാഗ്രഹത്തിന്റെ ഇരുണ്ട അറയ്ക്കകത്തും പത്രോസ് അവിടെ കിടക്കുമ്പോൾ, അതിന്റെ വെളിയിൽ യോടെ ഇതുപോലെ പ്രയർ സെല്ലായിട്ട്, പ്രയർ ആയിട്ട്, അല്ലെങ്കിൽ ചെയിൻ പ്രയർ ആയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഭ അതെ പത്രോസിന് വേണ്ടി പുറകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് വെളിയിൽ വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാവിലെ സമയം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കൂടെ ദൈവമക്കൾ കടന്നു പോയാൽ ഒരുപക്ഷെ നമ്മളെ പുറത്തു വിടത്തില്ലെന്ന്, നമ്മെ അടയ്ക്കുമെന്ന്, നമ്മളെ പൂട്ടുമെന്ന്, നമ്മുടെ കരങ്ങളും കാലുകളും ചലിപ്പിക്കത്തില്ലെന്ന്, നമ്മുടെ ഭവനത്തിന്റെ വിഷയങ്ങൾക്ക് ഇനി ഉന്നതി വരത്തില്ലെന്ന്, ഉയർച്ച വരത്തില്ലെന്ന്, നമ്മുടെ തലമുറകളുടെ വിഷയങ്ങളെ അടയ്ക്കുമെന്ന്, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ നിലവാരങ്ങളിൽ അതേ പിശാച് വന്ന് വാദിക്കുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളിലും കുടുംബപരമായ വിഷയങ്ങളിലും സമൂഹത്തിലുള്ള വിഷയങ്ങളിലും അതേ വിടുതലില്ല എന്ന് നമ്മെ അടയ്ക്കുമെന്നും ലോക്കിട്ട് പൂട്ടുമെന്നും അതേ ആമത്തിൽ പൂട്ടുമെന്നും ഒക്കെ ദുഷ്ട പിശാച് വാദിക്കുമ്പോൾ, ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് ഞാൻ ദൈവമക്കളോട്, ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന അഭിഷക്ത ദൈവമക്കളോട് പറയട്ടെ, പത്രോസിന് വേണ്ടി ഇറങ്ങി വന്നവനായ കർത്താവ്, യോശുവയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നവനായ കർത്താവ്,
വിധവയുടെ വിഷയങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രതിക്രിയ നടത്തിയവനായ കർത്താവ്, അതേ ലജ്ജയില്ലാതെ മുട്ടിയതായ ആ സ്നേഹിതന്റെ വിഷയത്തിനു വേണ്ടി പ്രവർത്തിച്ചവനായ കർത്താവ്, അതേ മാറത്തടിച്ച് ഇടം വലം നോക്കാതെ പരിസരം മറന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അതേ ദൈവസന്നിധിയിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ച് നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിയതായ ചുങ്കക്കാരന്റെ ജീവിതത്തിൽ ലഭിച്ചതായ ദൈവിക വിടുതൽ പോലെ ഈ പകൽക്കാലം, ഈ രാത്രികാലങ്ങളൊക്കെ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവമക്കളുടെ സകല വിഷയങ്ങൾക്ക് വേണ്ടി പരിഹാരം തരുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്ന് നിങ്ങളുടെ മുഖത്തെ ആദരിക്കുവാൻ കഴിവുള്ളവനായ ഒരു വലിയവനായ ദൈവം ഈ രാവിലെ സമയം നമ്മുടെ എന്നുള്ളത് പറയുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മാന്യമായ ഒരു സഹോദരിയുടെ ആത്മീയ ജീവിതത്തെയാണ് അവിടെ വരച്ചു കാട്ടുന്നത്. ശൂന്യക്കാരത്തി എന്ന് പറയുന്ന ആ മാന്യ സഹോദരി, സ്തോത്രം. ആ സഹോദരിയുടെ ജീവിതത്തിൽ ഒത്തിരി ക്വാളിറ്റികൾ അവിടെ എടുത്തു പറഞ്ഞിട്ട് ഞാൻ ആ വാക്കുകളിൽ നിന്ന് നിൽക്കാതെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതേ 34-35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഈ മാന്യ സഹോദരിക്ക് ഭൗതികമായ എല്ലാ വിഷയങ്ങളും ഉണ്ടായി. എന്നാൽ അവിടെ ഉള്ളിന്റെ ഉള്ളിൽ ഞെരുങ്ങിയതായ ഒരു വലിയ വേദനയുണ്ടായിരുന്നു, ആർക്കും പരിഹരിക്കുവാൻ സാധിക്കാത്ത. എന്നാൽ എലീശയുടെ ബാല്യക്കാരനായ ഗേഹസി അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അവൾക്ക് ഒരു തലമുറയില്ല. എന്നാൽ ആ ഗേഹസിയുടെ വാക്ക് മനസ്സിലാക്കിയതായ എലീശ ഈ ശൂന്യക്കാരത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം നീ ഒരു പൈതലിനെ അണച്ചുകൊള്ളും, നിനക്ക് ഒരു ആൺതലമുറയെ ലഭിക്കും. അതേ പ്രവാചകൻ പറഞ്ഞതുപോലെ അക്ഷരികമായി ശൂന്യകാര്യത്തിയുടെ ജീവിതത്തിൽ ആ അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഒരു നല്ല തലമുറയെ ദൈവം കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ ആ തലമുറ അതേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ മറ്റാരെയും ആശ്രയിക്കാതെ ദൈവത്തിന്റെ വചനം 17 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രവാചകന്റെ അടുക്കിലേക്ക് ധൃതിയോടുകൂടി, തിടുക്കത്തോടുകൂടി ഒരു കഴുതയുടെ പുറത്ത് വളരെ ആത്മാർത്ഥ വേഗത്തിൽ യാത്ര ചെയ്തു പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃമകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ സഹോദരി ചെന്ന് എലീശയെ കണ്ട് എലീശയുമായിട്ട് മടങ്ങി വരുന്നു. എലീശയുടെ കാൽക്കൽ വീണ് തന്റെ ജീവിതത്തിൽ വന്നതായ ആ വലിയ വേർപാടിന്റെ അനുഭവങ്ങൾ, ദുഃഖത്തിന്റെ, വേദനയുടെ, കണ്ണുനീരിന്റെ അനുഭവം മറ്റാരോടും ഷെയർ ചെയ്യാതെ അഭിഷക്തന്റെ അടുക്കിലേക്ക് വന്ന് കാൽക്കൽ വീണ് തന്റെ ഭാരങ്ങൾ അവിടെ ഇറക്കി വെച്ചപ്പോൾ ആ ഭക്തനും കൂടെ, ദൈവദാസനും കൂടെ, അല്ലെങ്കിൽ അഭിഷക്തനും കൂടെ, പ്രവാചകനും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അവിടെ ചെന്ന് സ്തോത്രം നമുക്ക് അറിയാകുന്നത് പോലെ സ്തോത്രം ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ എലീശയെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ആ പ്രാർത്ഥന ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. ആ പൈതന്റെ മേൽ വീഴുന്നതായ പ്രാർത്ഥന. സ്തോത്രം. സ്തോത്രം. ആ പൈതന്റെ ഉള്ളംകൈയിലേക്ക് പിടിക്കുന്നു. അതേ തന്റെ ജീവിതത്തിൽ ശ്വാസം അങ്ങോട്ട് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് ആ ശരീരത്തിന്റെ, ജീവനില്ലാത്ത ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി അയക്കപ്പെടത്തക്കവണ്ണം വിഷയത്തോട് ഏകീഭവിക്കുന്ന അനുഭവമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളുടെ വിഷയം ഏത് ഭാരമുള്ള വിഷയമായിക്കൊള്ളട്ടെ, ആർക്കും പരിഹരിക്കുവാൻ സാധിക്കാത്ത വിഷയമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിച്ച് മടുത്തതായ വിഷയമാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു, മടുത്തു പോകരുത്. ദൈവത്തിന് പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ സഹിഷ്ണുതയെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒക്കെ കർത്താവ് ടെസ്റ്റ് ചെയ്യുന്നത് പല വിധത്തിലായിരിക്കും. നമ്മൾ എത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. അത് വേഗത്തിൽ നടക്കുന്നതായ ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, മറുപടിയുണ്ട്. പക്ഷെ അല്പം താമസിക്കുന്ന മറുപടികളുമുണ്ട്. അല്പം താമസിച്ചാലും കർത്താവ് നമുക്ക് ചെയ്യുന്നത് ഏറ്റവും ഉന്നതമായതും ഉചിതമായതും അനുഗ്രഹിക്കപ്പെട്ടതുമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത വിധത്തിൽ, ആഗ്രഹിക്കാത്ത വിധത്തിലുള്ളതായ ദൈവിക പദ്ധതികൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് അല്പം വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിച്ചു കുഴഞ്ഞതായ ചില വിഷയങ്ങൾ കാണാം, ഒരുപക്ഷെ മടുത്തതായ വിഷയങ്ങൾ കാണാം. പരിശുദ്ധാത്മാവ് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, അതിനെ തട്ടി ഉണർത്തുവാൻ, അതിൽ ആത്മീയ ശക്തിയോടെ, ഉറപ്പോടെ
ധൈര്യത്തോടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ ഇല്ല എന്നും അടഞ്ഞുപോയെന്നും ഇനി ജീവിക്കത്തില്ലെന്നും പുറത്തു വരത്തില്ലെന്നും ജീവനില്ല എന്നും ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ജീവൻ വെപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് മാനിപ്പാൻ കഴിവുള്ളവനായ ഒരു വലിയ ദൈവത്തെയാണ് രാവിലെ സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ ദൈവം, നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. നിലവിളിക്കുന്നവരുടെ മുൻപാകെ, കരയുന്നവരുടെ മുൻപാകെ, കണ്ണുനീരൊഴുക്കുന്നവരുടെ മുൻപാകെ നമുക്കറിയാം, ഹല്ലേലൂയ, കണ്ണുനീര് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന അനേകരുടെ കണ്ണിൽ നിന്ന് ധാരധാരിയായി കണ്ണുനീർ വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അത് ഒരു പക്ഷേ ഫാനിടുമ്പോഴോ എസിയിലിരിക്കുമ്പോഴോ ഒരു പക്ഷേ അത് ബാഷ്പീകരിച്ച് ഉണങ്ങി അത് പോകുവാനിടയായിത്തീരും. ഈ കണ്ണുനീര് എന്തുമാത്രം താഴോട്ട് പോകുന്നെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഞാനും കരഞ്ഞതായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ കരഞ്ഞതായ അനുഭവങ്ങൾ കാണും. എന്നാൽ എന്റെ ദൈവമക്കൾ, ദൈവത്തിന് വചനം പറയുന്നു, സ്തോത്രം, നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നവനായ ദൈവം എന്ന് പറഞ്ഞാൽ അനുസരിച്ച് അതിന് നമുക്ക് മറുപടി നൽകുന്നവനായ ദൈവം. നമ്മൾ കരഞ്ഞതായ കണ്ണുനീരിനെ കുറിച്ച് നമുക്കാർക്കും അറിയത്തില്ല. ഒരു പക്ഷേ അത് ഉണങ്ങിപ്പോയത് അനുഭവം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുക, അത് ദൈവം അളന്നു വെക്കുന്നവനായ ദൈവമാണ്. ലോകത്തിൽ ഒത്തിരി ലാബുകളുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നിടമുണ്ട്. നമ്മുടെ ബ്ലഡ് കൊടുത്തു കഴിയുമ്പോൾ ഷുഗർ ചെക്ക് ചെയ്യും, നമ്മുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും, മറ്റ് ഇതര അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്യും. എന്നാൽ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ ലാബും ഉലകത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, ഇതിനെ ടെസ്റ്റ് ചെയ്ത് ഏത് വിഷയത്തിനു വേണ്ടി കരഞ്ഞുവോ, ഏത് വിഷയത്തിനു വേണ്ടി പക്ഷപാതം ചെയ്തുവോ, അതിന് മറുപടി നൽകി തന്ന് നമ്മളെ മാനിക്കുന്നവനായ ഒരു വലിയ ദൈവം ഉയരത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ നിങ്ങൾ ഉറക്കമിളച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങൾ മാറ്റിവെച്ച് ഈ രാവിലെ സമയം പല കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടവര് ആ സമയം മാറ്റിവെച്ച് ഈ 1 മണിക്കൂർ ഈ പ്രയർ ടീമിന് വേണ്ടി ചെലവഴിച്ച് പല വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ കടന്നു വന്ന വാത്സല്യ ദൈവമക്കളെ, നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനായ ദൈവം, വിധവയ്ക്ക് വേണ്ടി പ്രതിക്രിയ നടത്തിയവനായ ദൈവം. വേദപുസ്തകം പറയുന്നു, പകൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാർക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനായ ദൈവം. നിശ്ചയമായും പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അത് യോസഫിന് വേണ്ടി ഇറങ്ങി വന്നവനായ ദൈവം, ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയവനായ ദൈവം, സിംഹത്തിന്റെ വായെ അടച്ചവനായ ദൈവം, അതുപോലെ എബ്രായ ബാലന്മാർ പ്രാർത്ഥനയും വിശ്വാസത്തിലും ഇറങ്ങി വന്ന ഉയരത്തിലെ ശക്തനായ ദൈവം, വാഴ്ത്തപ്പെട്ടവനായ ദൈവം, നീതിമാനായ ദൈവം, ശക്തനായ ദൈവം, സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്നതായ സിംഹത്തിന്റെ ശബ്ദത്തെയും തീയുടെ അഗ്നിയുടെ ബലത്തെയും കെടുത്തുവാൻ കഴിവുള്ളവനായ ശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രിയരെ, ഈ വിഷയത്തോട് ഏകീഭവിക്കുമ്പോൾ, വിഷയത്തോട് ഇഴുകിച്ചേരുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന നമ്മെ സഹായിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, എവിടെ നമ്മൾ വേദനിക്കപ്പെട്ടോ, എവിടെ നമ്മൾ നിന്ദിക്കപ്പെട്ടോ, എവിടെ നമ്മൾ അപമാനിക്കപ്പെട്ടോ, എവിടെ നമ്മൾ പരിഹസിക്കപ്പെട്ടോ, അവിടെ നമ്മുടെ തലകളെയും ഉയർത്തി മാനിക്കുന്നവനായ ഉന്നതനായ ദൈവത്തിന്റെ വിടുതലിന്റെ കരം ഈ രാവിലെ സമയം അതേ രാത്രികാലം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടി സർവശക്തൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രവർത്തികൾ വിധവയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നതുപോലെ സ്തോത്രം, ഏത് ഭാരമുള്ള വിഷയമാണെങ്കിൽ അതിന്മേൽ പ്രവർത്തിച്ച് ശക്തിയോടെ, ആത്മബലത്തോടെ, ആത്മശക്തിയോടെ സർവശക്തനായ ദൈവം വരും ദിനങ്ങളിൽ നിങ്ങൾക്ക് ഊർജം പകർന്ന്, ആത്മശക്തി പകർന്ന്, വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് അനേക ഇടങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ മറുപടിയുടെ സാക്ഷ്യങ്ങളാക്കി ദൈവം നിങ്ങളെ തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം നമ്മളെ ഉറപ്പിക്കുന്ന വാക്യമാണ്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു കൃപയാൽ. ഈ പ്രാർത്ഥന ലൈനിൽ കടന്നു വന്ന ദൈവ മക്കളെ, സ്തോത്രം, ഈ രാവിലെ സമയം സ്തോത്രം, ഇന്ത്യയിൽ ഇരുന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ പകൽക്കാലം മധ്യസ്ഥ അണച്ച, രാത്രികാലം മധ്യസ്ഥ അണച്ച ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് അതൊരു അത്ഭുതമായി തീരുവാൻ സർവശക്തൻ കൃപ നൽകട്ടെ. വിധവയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നതുപോലെ, അതുപോലെ ശൂന്യകാരിത്വയുടെ നഷ്ടപ്പെട്ട വിഷയത്തെ, നഷ്ടപ്പെട്ട കണ്ണുനീരിനെ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ
വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് ജീവൻ വെപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് ആമി ആ ദേശത്ത് തന്നെ ജീവിക്കുന്നവനായ ഒരു ദൈവമുണ്ടെന്ന് ആമി അവൾ പിൻപറ്റുന്നതായ ആ ദൈവം ജീവിക്കുന്നവനായ കർത്താവാണെന്ന്, യഹോവയായ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ശൂന്യകാരത്തിയുടെ ജീവിതത്തിലും ഭവനത്തിലും ദൈവപ്രവൃത്തി അയച്ചു മാനിച്ചതുപോലെ സർവശക്തൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ആമീൻ അതെ ആമീൻ അനുഗ്രഹങ്ങളെ നൽകി തന്ന് ചിലതിന് ജീവൻ വെപ്പിച്ച് ദൈവിക വിടുതലയച്ച് പുറത്തു കൊണ്ടുവന്ന് ദൈവം നിങ്ങളെ മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ആമേ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് ബന്ധങ്ങൾ വിട്ടുപോയി അഴുകിപ്പോയതായ അസ്ഥികൾ വിട്ടുപോയതായ ജോയിന്റുകൾ വിട്ടുപോയതായ ലാസറിനെ യേശു കർത്താവിന്റെ ഒരൊറ്റ വാക്കിൽ ആമേൻ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആമേൻ സ്തോത്രം ജീവൻ വെപ്പിച്ച് കല്ലറയുടെ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന് മാർത്തയുടെയും മറിയയുടെയും കണ്ണുനീർ കണ്ട്, യഹൂദന്മാരുടെ കണ്ണുനീർ കണ്ട് ദൈവം മനുഷ്യനെ പുറത്തു കൊണ്ടുവന്നതുപോലെ രീവാല മന ശബ്ദരാധരാധര വൈടകരാധര ഹസ്തരാധികാര വൈടവ ശബ്ദ പ്രൗഢമനാധികാര യേശുവിന്റെ നാമത്തിൽ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്ന രാവിലെ സമയം ആമേ ഹല്ലേലൂയ ഈ പ്രയർ ലൈനിലായിരിക്കുന്ന രാത്രികാൽ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ പ്രിയപ്പെട്ടവരുടെ ആമേ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി അയച്ച് ചിലത് തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ, ചിലത് പുറത്തു വരട്ടെ. ബന്ധം വേർപെട്ടെന്ന് ആമേ യോജിക്കത്തില്ലെന്ന് ശത്രുവായി വാദിക്കുമ്പോൾ, പുറത്തുവിടത്തില്ലെന്ന് വാദിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവം തന്ന അധികാരത്തിൽ, വചനത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ആമേ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ജീവനില്ല എന്ന് പറയുന്നതിന് ജീവൻ വെപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ഇത് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ദൈവത്തെ വിടുവിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രിയരെ ഹല്ലേലൂയ വിശ്വാസമുള്ളവരായി പ്രാർത്ഥന ശക്തിയുള്ളവരായി ആമേ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ വീണ്ടും കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും ബലം നൽകട്ടെ. ആത്മശക്തി നിങ്ങളുടെ മേൽ പകരട്ടെ. ആമേ മടുത്തു പോകാതെ ഇടിവിൽ നിൽക്കുക പ്രാർത്ഥിപ്പാൻ വീണ്ടും കർത്താവ് കൃപ നൽകട്ടെ. കേട്ടതായ വചനം പോലെ വിധവയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നവനായ കർത്താവ്, ആമേ യോശുവയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നവനായ കർത്താവ്, പത്രോസിനെ വിടുവിച്ചവനായ കർത്താവ്, ഹല്ലേലൂയ ആമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവം ഈ രാവിലെ സമയ രാത്രിക്കാൽ നമ്മോട് കൂടെയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നിശ്ചയമായി മറുപടി തന്ന് ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിച്ച്, ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ആദരിച്ച് ആമേ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങളുടെ തലങ്ങളെ ഉയർത്തി ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികമായ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ പകർന്ന് ധന്യകരമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്നെ ഇങ്ങോട്ട് ഇതിനു വേണ്ടി ക്ഷണിച്ച പ്രിയ അനമാമയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. ഈ അത് ഒരു പ്രാവശ്യം കൂടെ ചിക്കാഗോ പ്രയർ ലൈനിലുള്ള എല്ലാ ദൈവമക്കളും, ഇതിന് ഈ ലൈൻ ഫോം ചെയ്ത ഉത്തരവാദിത്തപ്പെട്ട കർമ്മദാസന്മാർ, അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഹകാരികൾ, എല്ലാ ആത്മീയരായ ദൈവമക്കൾ, ഇതിന്റെ കൂട്ടുപ്രവർത്തകർ, ആമേ ഈ ലൈനിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. എളിയവരായ ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഇവിടെ കുമിളിക്കടുത്ത് അണക്കര എന്ന് പറയുന്ന ദൈവസഭ ശുശ്രൂഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ തന്നെ ഈ ലൈനിൽ എന്റെ സഹോദരിയും ആമേ മകളും കുടുംബവും ഉണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥന നിരന്തരമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ നിർത്തുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനയെ കുറിച്ചുള്ളതായ ഒരു നല്ല സന്ദേശം കർത്താവിന്റെ ദാസൻ നമ്മൾക്ക് തരുവാനായിട്ടിടയായി തീർന്നുവല്ലോ. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നമ്മെ തന്നെ ഈ അന്ത്യകാല സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാം. പ്രാർത്ഥനയിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ദൈവികമായ വലിയ അത്ഭുതങ്ങളാൽ കർത്താവ് നമ്മെ നിറയ്ക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നമ്മുടെ മധ്യേ പാസ്റ്റർ അനീഷ് പ്രാർത്ഥിക്കും. പാസ്റ്റർ ജോർജ് അങ്കിൾ
ആശീർവാദത്തോടുകൂടി ഇന്നത്തെ പ്രാർത്ഥന മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. Yes. അൺമ്യൂട്ട് ചെയ്യേ പാസ്റ്റേ. അനീഷ് പാസ്റ്റേ അൺമ്യൂട്ട് ചെയ്ത് പറ. പാസ്റ്റേ അൺമ്യൂട്ട് ചെയ്യുക. അദ്ദേഹം കേട്ടില്ല കേട്ടോ. പാസ്റ്റർ അനീഷ് അൺമ്യൂട്ട് ചെയ്യുക. കേൾക്കുന്നില്ല, അതാ. അദ്ദേഹം അൺമ്യൂട്ട് ചെയ്യാതെ എങ്ങനെ കേൾക്കും? അല്ല, അത് പിന്നെ വായ അനക്കുന്ന കേൾക്കാറില്ല. ഇതിലൊക്കെ പാസ്റ്റർ അനീഷിനെ കേൾക്കുന്നില്ലയോ? പാസ്റ്റേ അൺമ്യൂട്ട് ചെയ്യുക.